വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ദിനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ചാണ്ടി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെപ്പോലും സർക്കാർ ഭയക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോവളം MLA M വിൻസെന്റ് പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ചാണ്ടിയുമ്മൻ. കേരളത്തെയും ഇന്ത്യയെയും സംബന്ധിച്ച് ചരിത്ര ദിവസമാണ് എന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങിന് പ്രധാനമന്ത്രി എത്തുന്നതും സംസ്ഥാന സർക്കാർ അതിനാവശ്യമായ സഹായം നൽകുന്നതും നല്ല കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഒരു കല്ല് മാത്രം ഇട്ടുവെന്നത് സ്ഥിരം ക്യാപ്സ്യൂളായി CPM പ്രചരിപ്പിക്കുകയാണ്. അത് വെറും പച്ചക്കള്ളമാണെന്നത് ആർക്കും അറിയാം. 2004 ആദ്യം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മുതൽ വിഴിഞ്ഞം തുറമുഖം നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. 2006 വരെ ശ്രമം തുടർന്നുവരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചോടെ പൂർത്തിയായിരുന്നില്ല. പിന്നീട് VS അച്യുതാനന്ദൻ സർക്കാരും ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും പൂർണ്ണതയിലെത്തിയിരുന്നില്ല. അന്ന് ചൈനീസ് കമ്പനിയാണ് എത്തിയിരുന്നത്. അതിനാൽ തന്നെ അനുമതി കിട്ടിയിരുന്നില്ല. പിന്നീട് വീണ്ടും ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലെത്തി. ആ സമയത്താണ് പാരിസ്ഥിതിക അനുമതി അടക്കമുള്ള നിർണായക അനുമതികളെല്ലാം വാങ്ങിയത്. തുടർന്ന് കൗണ്ട് ഡൗൺ തുടങ്ങി നിർമ്മാണം വരെ ആരംഭിച്ചതും ഉമ്മൻചാണ്ടി സർക്കാരാണ്. എന്നിട്ടും ഒന്നും ചെയ്യാതെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ മാത്രമായി PR വർക്കുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോവുകയാണ്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെപ്പോലും ഭയപ്പെടുന്നത് കൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ ഉദ്ഘാടന പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തത്. പരമാവധി കോൺഗ്രസ് നേതാക്കളെ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് സർക്കാർ ശ്രമിച്ചതെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം വിഴിഞ്ഞത്തിന് എല്ലാവിധ ആശംസകളും നേർന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ഇന്നില്ല. മായ്ച്ചാലും മായാത്ത ചരിത്രമായി ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു. ചരിത്രത്തെ ബോധപൂർവം മറക്കുകയും തിരുത്തിയെഴുതാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെപ്പോലും ഭയപ്പെടുന്നവരാണ്. വിഴിഞ്ഞം തുറമുഖത്തിന് എല്ലാ ആശംസകളും നേരുന്നു എന്നാണ് VD സതീശൻ കുറിച്ചത്. ഇത്തരത്തിൽ കോൺഗ്രസ് മാത്രമല്ല, വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടന ദിവസം അടുത്തതു മുതൽ വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റിന്റെ പേരിൽ കോൺഗ്രസും BJPയും സംസ്ഥാന സർക്കാരും തമ്മിൽ മത്സരം തന്നെയായിരുന്നു. വിഴിഞ്ഞം ആരുടെ നേട്ടമാണ് എന്നതിനെ ചൊല്ലിയാണ് പോസ്റ്റർ യുദ്ധം വരെ നടന്നത്. വിഴിഞ്ഞത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി മോദിക്ക് അഭിവാദ്യമർപ്പിച്ചുകൊണ്ടാണ് BJP രംഗത്തെത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പരസ്യവും BJP പത്രങ്ങളിൽ ഇന്നലെ തന്നെ നൽകിയിരുന്നു. പ്രധാനമന്ത്രിയുടെയും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെയും ചിത്രങ്ങളായിരുന്നു BJP പരസ്യത്തിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ ഇതിൽ മുഖ്യമന്ത്രിയുടെ പേര് പോലും പറഞ്ഞില്ല.